തിരുവനന്തപുരം പൂവച്ചിലിൽ വോട്ടിംഗിൽ അട്ടിമറിയെന്ന ആരോപണം നേരത്തെ വന്ന വാർത്തയാണ്. LDFന് വോട്ട് ചെയ്യുമ്പോൾ BJP ചിഹ്നത്തിന് നേരെ ലൈറ്റ് തെളിഞ്ഞതായി പരാതി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ട് ചെയ്യുമ്പോൾ താമരയ്ക്ക് തെളിയുന്നു. പുതിയാവിള സെന്റ് ആൽബർട്ട് സ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിലാണ് ഈ സംഭവം. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പരാതി നൽകിയിട്ടുണ്ട്. അട്ടിമറി സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു. സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് CPM കാട്ടാക്കട ഏരിയ സെക്രട്ടറി K. ഗിരി റിപ്പോർട്ടറിനോട് പറഞ്ഞത്. നമുക്ക് K. ഗിരി ഒന്ന് കേട്ടുവരാം. അപ്പോൾ 89 പേരുടെ പോളിംഗ് നടക്കുമ്പോഴത്തേക്ക് അരിവാളിന് മാത്രമാണ് ഇത് സംഭവിച്ചത്. അരിവാളിന് കുത്തിയത് മാത്രമാണ് BJPയിലേക്ക് പോയത്, താമരയിലേക്ക് പോയത്, അതിൻ്റെ ലൈറ്റ് കത്തിയത്. ബാക്കി ചിഹ്നങ്ങളിലൊന്നും ഈ പ്രശ്നവുമില്ല. അതും പരിശോധിച്ചതാണ്. അപ്പോൾ ഇതുകൊണ്ട് വലിയൊരു ദുരൂഹതയുണ്ട്. ഇത് ഏതെങ്കിലുമൊക്കെ കേരളത്തിൽ തന്നെ പല മെഷീനുകളിലും ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ജനാധിപത്യ വിശ്വാസികൾ മുഴുവനും അവർക്കെല്ലാം ആശങ്ക ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അർജുൻ കല്യാട് ഉണ്ട്. അർജുൻ കല്യാട്, ഗുഡ് മോർണിംഗ് അർജുൻ കല്യാട്. ഇതെന്താണ് സംഭവിച്ചത്? അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് കുത്തുന്നു, താമര വിരിയുന്നു. ഇത് കേവലം ഒരു സാങ്കേതികമായിട്ടുള്ള തകരാറ് മാത്രമാണോ? 89 പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. ആ ബൂത്തിൽ അതിനേക്കാൾ കൂടുതൽ വോട്ടിന്റെ വ്യത്യാസത്തിലൊരു സ്ഥാനാർത്ഥി, പ്രത്യേകിച്ച് BJP സ്ഥാനാർത്ഥി എങ്ങാനും ജയിക്കുകയാണെങ്കിൽ അത് കൂടുതൽ വിവാദമായി മാറുകയും ചെയ്യും. അതിനുശേഷം മറ്റൊരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്ന് വോട്ടിംഗ് തുടർന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന വിശദീകരണം എന്താണ്? ഇത് ഒരു വിവാദമായി മാറിയോ? പൂവച്ചിലെ റീപോളിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അനുവദിക്കാൻ സാധ്യതയുണ്ടോ അർജുൻ? അരുൺ, ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരാതി ഉയർന്ന സമയത്ത് തന്നെ ഇതിന് പകരം ഒരു മെഷീൻ കൊണ്ടുവന്ന് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. പക്ഷേ പ്രധാനമായും ഇപ്പോൾ CPM-ഉം അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും ഒക്കെ പറയുന്നത് ഇതിനകത്ത് ജയമോ തോൽവിയോ അല്ലെങ്കിൽ വോട്ടിലെ വ്യത്യാസമോ ഒന്നുമല്ല പരിഗണിക്കേണ്ടത്. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് എങ്ങനെയാണ് എന്ന് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. കാരണം നേരത്തെയും പല സംസ്ഥാനങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ചില പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ചില ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ വോട്ടിംഗ് മെഷീനിൽ ഉൾപ്പെടെ നടക്കുന്നു, വോട്ടർ പട്ടികയിൽ ഉൾപ്പെടെ ക്രമക്കേട് നടക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരം ഒരു ആശങ്കയാണ് ഇവിടെയുള്ള വോട്ടർമാരും ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഒക്കെ പങ്കുവയ്ക്കുന്നത്. 85 വോട്ട് ചെയ്യുന്നതിനിടയിൽ വോട്ട് ചെയ്തിട്ടുള്ള ഒരു 4 പേരാണ് ഈ പോളിംഗ് ചെയ്തതിന് ശേഷം, അതായത് വോട്ട് ചെയ്തതിന് ശേഷം ഈ പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് അവിടെയുള്ള പാർട്ടി പ്രവർത്തകരോട് ഇങ്ങനെ ഒരു സംശയമുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതായത് LDFിൻ്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് നേരെ വോട്ടമർത്തുമ്പോൾ BJP സ്ഥാനാർത്ഥിയുടെ നേരെയുള്ള ചിഹ്നത്തിന് നേരെയുള്ള ലൈറ്റാണ് തെളിയുന്നത്. അപ്പോൾ സ്വാഭാവികമായും വോട്ട് എവിടത്തേക്കാണ് പോകുന്നത് എന്നുള്ള സംശയം അവർക്ക് തോന്നി. അവർ പിന്നീട് ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെല്ലാം ഈ പോളിംഗ് ഓഫീസറോട്, അവിടെയുള്ള ഓഫീസറോട് ഈ കാര്യങ്ങൾ അറിയിച്ചു. അതിനുശേഷം അത് അവിടെ ഉണ്ടായിരുന്ന ഈ ബൂത്ത് ഏജന്റുമാർ പിന്നീട് ഒരു ഓപ്പൺ വോട്ട് സംവിധാനത്തിൽ ഈ പറയുന്ന പ്രിസൈഡിംഗ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി. അപ്പോഴും ഈ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി വോട്ട് ചെയ്തപ്പോൾ കൃത്യമായി വരുന്നുണ്ട്, BJP സ്ഥാനാർത്ഥിക്ക് ചെയ്തപ്പോൾ അതും കൃത്യമായി തെളിയുന്നുണ്ട്. പക്ഷേ CPIM സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തപ്പോൾ ലൈറ്റ് തെളിയുന്നത് BJP സ്ഥാനാർത്ഥിക്കാണ്. ഒരുപക്ഷേ ഇത് സാങ്കേതിക പ്രശ്നമായിരിക്കാം. അത് കൃത്യമായ രീതിയിൽ അന്വേഷിക്കണം, പരിശോധിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. കാരണം ഇത് ഒരുപക്ഷെ ലൈറ്റ് തെളിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരുപക്ഷെ ലൈറ്റ് തെളിയാതെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഇതിനകത്ത് നടന്നിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ് ഈ പറയുന്ന LDF സ്ഥാനാർത്ഥിയുടെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി CPM-ൻ്റെ ഏരിയ സെക്രട്ടറി, കാട്ടാക്കട ഏരിയ സെക്രട്ടറി ഗിരി തന്നെ നമ്മളോട് പറഞ്ഞത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇതിൻ്റെ റിസൾട്ട് 13-ാം തീയതി ഇതിൻ്റെ വോട്ടെടുപ്പ് നടക്കും. ആ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ ചെയ്ത 89 വോട്ടിൻ്റെ വ്യത്യാസം, അതല്ലെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട വിജയം നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ഘടകമായി വരികയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് തുടർ നടപടി സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യം ആലോചിക്കാമെന്നുള്ളത്. അതുവരെയും ആലോചിക്കേണ്ടതില്ല എന്നുള്ളൊരു സമീപമാണ്. പക്ഷേ അവർ പറയുന്നത് വോട്ടിൻ്റെ എണ്ണമോ അല്ലെങ്കിൽ ആര് ജയിക്കുമെന്നോ ഭൂരിപക്ഷമോ അല്ല പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ അന്വേഷിക്കണമെന്നുള്ളതാണ് അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം ആവശ്യപ്പെടുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും സ്ഥാനാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട്. ഡോക്ടർ അരുൺ, ഓക്കെ, ഇതൊക്കെ ആ ലൈറ്റ് തെളിഞ്ഞത് കണ്ടതുകൊണ്ട് കണ്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നതിന് അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. പല മനുഷ്യരും പല ബൂത്തുകളിലും പലയിടങ്ങളിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? കൈപ്പത്തിക്ക് കുത്തുമ്പോൾ താമരയ്ക്ക് തെളിയുന്നു, അല്ലെങ്കിൽ താമരയ്ക്ക് തന്നെ എങ്ങനെ തെളിഞ്ഞു എന്നുള്ളൊരു പ്രധാനപ്പെട്ട സംശയമാണ് എല്ലാവർക്കും ഉള്ളത്. വേറെ ഏതെങ്കിലും ചിഹ്നങ്ങളിൽ തെളിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് കുത്തി, അത് താമരയ്ക്ക് തെളിഞ്ഞു. ഇനി വേറെ വല്ല സ്ഥലങ്ങളിലും വോട്ട് ചെയ്ത് അതേ വോട്ടിംഗ് മെഷീൻ എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു, ആർക്കറിയാം. എന്തായാലും അന്വേഷണം നടക്കട്ടെ. സാങ്കേതികമായി എന്താണ് തകരാറ് ഉള്ളത്, സംഭവിച്ചതെന്ന് മനസ്സിലാക്കട്ടെ. അട്ടിമറിയാണെങ്കിൽ അതൊരു വലിയ സൂചനയായിരിക്കും.